ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഒരു ഇൻഡിവിജ്വൽ എപ്പോഴാണ് റെസിഡന്റ് ആവുക എന്നുള്ളത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ 4 തരംതിരിക്കാം. ഒന്ന് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, ROR. രണ്ടാമത്താണ് റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്, RNOR. തേർഡ് വൺ ഡീംഡ് റെസിഡന്റ് ആൻഡ് ഫോർത്ത് വൺ നോൺ റെസിഡന്റ്. ഇൻകം ടാക്സിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നതിന്റെ ബേസിലല്ല, പകരം അയാൾ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചിട്ടുണ്ട് എന്നതിന്റെ ബേസിലാണ് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇൻകം ടാക്സിൽ ചില കണ്ടീഷൻസ് പറയുന്നത്, കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെങ്കിൽ ആണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവുക. ഒന്നാമത്തെ കാറ്റഗറിയാണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടാക്സ് വരുന്ന ആളാരാണ്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. കാരണം അയാൾക്ക് എല്ലാ ഇൻകത്തിനും ടാക്സ് അടക്കണം ഇന്ത്യയിൽ. അപ്പൊ ആരാണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? An individual is said to be resident and ordinarily resident if he satisfies any one of the basic condition and both of the additional condition. ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്നും അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ബേസിക് കണ്ടീഷൻ ഏതൊക്കെയാണെന്ന്. ബേസിക് കണ്ടീഷൻ 2 ഉണ്ട്. അതിൽ ഒന്നാമത്തത് he should be in India for a period of 182 days during the previous year. പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടാവണമെന്നില്ല. പ്രീവിയസ് ഇയർ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുമ്പോൾ 365 ദിവസത്തില് ഏതെങ്കിലും 152 ദിവസം ഇന്ത്യയിൽ ഉണ്ടായാൽ മതി. ഒരു ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ദിവസം പൂർണ്ണമായി ഉണ്ടാവണമെന്നില്ല. ആ ഒരു നിമിഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായാൽ മതി. ഓക്കെ, ഒരു ദിവസത്തിന്റെ ഒരു നിമിഷമെങ്കിലും ഇന്ത്യൻ അതിർത്തിയിൽ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ ആ ദിവസം ഇന്ത്യയിലുള്ളതായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനെ 182 ദിവസം പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായാൽ അയാൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അയാൾ റെസിഡന്റ് ആയി മാറും. റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷൻ ഒന്നും അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ ബേസിക് കണ്ടീഷൻ 1 നമ്മൾ പറഞ്ഞു. ഈ ബേസിക് കണ്ടീഷൻ 1ഉം 2ഉം ഉള്ളതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, അത് രണ്ടും ചെയ്യുന്നതും ഏതെങ്കിലും ഒന്നും ചെയ്യുന്നതും ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? പ്രീവിയസ് ഇയറിൽ 60 days ഉണ്ടായിരിക്കണം. He should be in India for a period of 60 days or more during the previous year and 365 days more during the 4 years immediately preceding the previous year. പ്രീവിയസ് ഇയറിൽ 60 ദിവസം, നമ്മുടെ കഴിഞ്ഞ വർഷം 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. അതുപോലെ അതിന് മുമ്പുള്ള ആ വർഷം കൂട്ടാതെ അതിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ ഏതെങ്കിലും 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവണം. അതാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ. ഓക്കെ, ഈ രണ്ടാമത്തെ ബേസിക് കണ്ടീഷന് ചില എക്സംഷൻസ് പറയുന്നുണ്ട്. അതാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ ഫോളോയിങ് പേഴ്സൺസ്. ഈ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത ആളുകൾ, ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ഹു ലിവ്സ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ്. വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ, നമ്മുടെ പ്രവാസികൾ എന്ന് പറയില്ലേ, വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്ന ആളുകൾ, അവർക്ക് ഈ കണ്ടീഷൻ ബാധകമല്ല. രണ്ടാമത്തത് ഇന്ത്യൻ സിറ്റിസൺ ഹു ലിവ് ഇന്ത്യ ആസ് എ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ്, ഇന്ത്യൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്കും ഈ കണ്ടീഷൻ ബാധകമല്ല. Then third category ആണ് an Indian citizen or a person of Indian origin who comes on visit to India. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, ഇന്ത്യയിൽ ജനിച്ചതാണ്, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ഒക്കെ ഇന്ത്യയിൽ, പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളതാണ്. അത്തരം ആളുകൾ വിദേശത്താണ് താമസിക്കുന്നത്, പക്ഷെ അവർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഹു കംസ് ഓൺ വിസിറ്റ് ടു ഇന്ത്യ, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്.
and whose total income other than foreign source does not exceed 15 lakh. അവരുടെ ഫോറിൻ ഇൻകം and those whose total income other than foreign source, അവരുടെ ഫോറിൻ ഇൻകം അല്ല, അവരുടെ ടോട്ടൽ ഇൻകം, ഫോറിൻ സോഴ്സ് എന്നല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലല്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ കണ്ടീഷൻ ബാധകമല്ല. ഓക്കെ, അങ്ങനെ ഈ 3 കാറ്റഗറീസിനാണ് ഈ ബേസിക് കണ്ടീഷൻ, സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ബാധകമല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഏത് കണ്ടീഷനും ബാധകമാവുക? ഒന്നാമത്തെ കണ്ടീഷനാണ് ഇവർക്ക് ബാധകമാവുക. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഇവർക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇവർ റെസിഡന്റ് ആവണമെങ്കിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. ഓക്കെ, അതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നു. ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ വിത്ത് മോഡിഫിക്കേഷൻ. സെക്കൻഡ് കണ്ടീഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷനോട് കൂടി അപ്ലിക്കബിൾ ആയിട്ടുള്ള പാർട്ടിയുണ്ട്. The second condition is applicable with a modification to the following persons: an Indian citizen or a person of Indian origin who comes on visit to India and whose total income other than foreign source exceeds 15 lakh. തൊട്ട് മുമ്പത്തെ ബോക്സിൽ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ കണ്ടീഷൻ സി അല്ലേ, അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നത്. പക്ഷേ റെഡ് മാർക്കിൽ കൊടുത്തതിലാണ് മാറ്റം. അവിടെ നോട്ട് എക്സീഡ് 15 lakh ആണ്. ഇന്ത്യൻ സോഴ്സ് എന്നുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനിൽ വരും. അവർക്ക് 152 ദിവസം ഇന്ത്യയിൽ ഉണ്ടായാലാണ് റെസിഡന്റ് ആവുക. എന്നാൽ അവരുടെ ഇൻകം, ഇന്ത്യൻ സോഴ്സ് എന്നുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കണ്ടീഷൻ തന്നെ അപ്ലിക്കബിൾ ആണ്. പക്ഷേ അതിനൊരു ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കും. 60 എന്നുള്ളതിന് പകരം 120 എന്നായിരിക്കും. 60 ഡേയ്സ് എന്നുള്ളതിന് പകരം 120 ഡേയ്സ് ആയിരിക്കും. അതാണ് മോഡിഫിക്കേഷൻ. Modification of 120 days or more during the previous year and 365 days or more during the 4 years immediately preceding the previous year. അപ്പൊ സെക്കൻഡ് ബേസിക് കണ്ടീഷനിലുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് 60 എന്നുള്ളത് 120 ആവും. ബാക്കി മാറ്റമൊന്നുമില്ല, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ഇൻഡിവിജ്വല് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക, അതിന് പുറമെ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ബേസിക് കണ്ടീഷൻ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ ബേസിക് കണ്ടീഷനിൽ ഡൗട്ട് ഒന്നുമില്ല, 152 ദിവസം എന്തെങ്കിലും ഉണ്ടാവാനാണ്. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഇതാണ്, 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അതിന് പുറമെ അതിന് മുമ്പുള്ള 4 വർഷം 365 ദിവസവും വേണം. പക്ഷെ ആ കണ്ടീഷൻ താഴെ പറയുന്ന 3 ആളുകൾക്ക് ബാധകമല്ല. ക്ലിയർ അല്ലേ? അതിനുശേഷം ഒന്നുകൂടെ പറയുന്നു, ആ കണ്ടീഷനിൽ ചെറിയ ഒരു മോഡിഫിക്കേഷനോട് കൂടി ബാധകമാണ് ആർക്ക്? Indian citizen or person of Indian origin who comes on visit to India and whose total income other than foreign source exceeds 15 lakh. Okay. ഇനി അടുത്തത് അഡീഷണൽ കണ്ടീഷൻ ആണ്. അഡീഷണൽ കണ്ടീഷൻ രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആവുമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻസ്? അഡീഷണൽ കണ്ടീഷനിൽ ഒന്ന് ഇതാണ്, he should be resident in India for 2 years out of 10 years immediately preceding the previous year. പ്രീവിയസ് ഇയറിന്റെ മുമ്പുള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം റെസിഡന്റ് ആവും. എങ്ങനെയാ റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കാം? റെസിഡന്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ ആണ്, he should be in India for a period of 730 days or more during the 7 years immediately preceding the previous year. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷം എടുക്കുമ്പോൾ അതില് 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കാം. കഴിഞ്ഞ 7 വർഷം പ്രീവിയസ് ഇയർ എടുക്കാതെ അതിന് മുമ്പുള്ള 7 വർഷം എടുക്കുക. അതിൽ അയാൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള, ഇന്ത്യയിൽ നിന്നിട്ടുള്ള ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 730 ദിവസം ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണ്. ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അയാൾ എല്ലാ ഇൻകത്തിനും ടാക്സ് അടയ്ക്കണം, വെദർ ഇറ്റ് ഈസ് ഇന്ത്യൻ ഇൻകം ഓർ നോട്ട്. ഓക്കെ, ഇന്ത്യൻ ഇൻകം ആണെങ്കിലും ഇന്ത്യൻ ഇൻകം അല്ലെങ്കിലും അയാൾ അതിന് ടാക്സ് അടക്കണം. ഫോറിൻ ഇൻകത്തിനും ടാക്സ് അടക്കണം. സോ ഇത്രയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വല് ഓർഡിനറി റെസിഡന്റിന്റെ കേസ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഞാൻ ലിങ്ക് അയച്ചു തരുന്നുണ്ട്. ഇനി ഇതില് രണ്ടാമത്തെ കാറ്റഗറിയാണ് റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 4 ആളുകളാണ് നോട്ട് ഓർഡിനറി റെസിഡന്റിൽ വരുന്നത്. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് നമ്മൾ പഠിച്ചത് എങ്ങനെയാ വെച്ചാല് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷെ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. പേഴ്സൺ ഹു സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ and any one or none of the additional condition is said to be not ordinarily resident. അങ്ങനെ പറയാം. ഓക്കെ, ഇവിടെ സെക്ഷൻ 6 പുതിയ ആക്ട് പ്രകാരം എങ്ങനെ പറയുന്നത് നോക്കാം. As per section 6 of Income Tax Act, a resident individual shall be treated as not ordinarily resident in India if he satisfies any of the following conditions. താഴെ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഒന്ന്, he has been a non-resident in India for at least 9 years out of 10 years preceding the previous year. He has been a non-resident in India for at least 9 years. എന്താ ഇവിടെ പറഞ്ഞത്? നമ്മൾ അഡീഷണൽ കണ്ടീഷനിൽ പഠിച്ചത്, അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നാണ്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡന്റ് ആവണമെന്നാണ്, അല്ലേ? ഇനി 2 വർഷം റെസിഡന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 9 വർഷമെങ്കിലും നോൺ റെസിഡന്റ് ആണെന്നല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. 2 വർഷം റെസിഡന്റ് ആവുക എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? 2 വർഷം റെസിഡന്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ 9 വർഷം അയാൾ നോൺ റെസിഡന്റ് ആണ്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും റെസിഡന്റ് ആവണം എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് 2 വർഷവും റെസിഡന്റ് അല്ല, 1 വർഷമോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ ആണ്. അതായത് 9 വർഷവും നോൺ റെസിഡന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഹി ഹാസ് ബീൻ എ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 9 years out of 10 years. ഓക്കെ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 729 days or less during the period of 7 years preceding the previous year. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവാം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 730 താഴെയാണുള്ളത്, അതായത് 729 അല്ലെങ്കിൽ അതിന്റെ താഴെയോ ദിവസം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. സോ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന അഡീഷണൽ കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അപ്പൊ അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് 9 വർഷം നോൺ റെസിഡന്റ് ആവാന്നുള്ളത്. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നതാണ് 729 ദിവസവും അതിന് താഴെയോ ഇന്ത്യയിൽ ഉണ്ടാവാന്നുള്ളത്. ഓക്കെ, ഇനിയുണ്ട് നോൺ ഓർഡിനറി റെസിഡന്റ്. ആരാണ് മൂന്നാമത്തെ കാറ്റഗറി? എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ having total income exceeding 15 lakh from Indian sources and should be in India for 120 days or more but less than 182 days. The conditions ശ്രദ്ധിക്കാം. ഈ ഒരു പോയിന്റ് നമ്മൾ മുകളിലൊക്കെ പറഞ്ഞതാണ്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഓർ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അയാളുടെ ടോട്ടൽ ഇൻകം 15 lakhൽ കൂടുതലാണ്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ അതർ ദാൻ ഫോറിൻ സോഴ്സ് ആണ്. ഇന്ത്യൻ സോഴ്സ് എന്നുള്ള ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അയാൾ വിദേശത്താണ് താമസിക്കുന്നത്, പക്ഷെ ഇന്ത്യയിലേക്ക് ഇടയ്ക്ക് വിസിറ്റിങ്ങിന് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരാളാണ്. പക്ഷേ അയാൾ ഇന്ത്യയിൽ എത്ര ദിവസം നിന്നിട്ടുണ്ട്? 120 days or more നിന്നിട്ടുണ്ട്. 120 days or more ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ, അതായത് നമ്മൾ ഈ ഇവർക്ക് ഈ കണ്ടീഷൻ ബാധകമാണല്ലോ. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ 120 days or more എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ടാണ് പരിഗണിക്കുക. ഈ കാറ്റഗറിയിലുള്ള ആളുകളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ടാണ് പരിഗണിക്കുക. പിന്നെ എന്തിനാ ബട്ട് ലെസ് ദാൻ 182 days എന്ന് കൊടുത്തത്? 182 days ഉണ്ട് എന്നുണ്ടെങ്കിൽ, 182 daysൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അഡീഷണൽ കണ്ടീഷൻ കൂടെ നോക്കും. അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ 182 daysന്റെ താഴെയാണ്.
120 ഡേയ്സിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറിയിലെ ആളുകൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇനി നാലാമതൊരു നോട്ട് ഓർഡിനറി റെസിഡന്റ് കൂടെ ഉണ്ട്. അവരാരാ? ഡീംഡ് റെസിഡന്റ് ആണ്. ആരാണ് ഡീംഡ് റെസിഡന്റ്? തൊട്ട് താഴെ പറയുന്നത്. ഡീംഡ് റെസിഡന്റിനെയും നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഹൂ ഇസ് എ ഡീംഡ് റെസിഡന്റ്? ഇത് പുതിയൊരു കോൺസെപ്റ്റ് ആണ് ഇൻകം ടാക്സിൽ. ആരാണ് ഡീംഡ് റെസിഡന്റ്? കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആരാണ് ഡീംഡ് റെസിഡന്റ്? If the following conditions are satisfied, an individual is deemed to be resident in India. താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഒരാളെ റെസിഡന്റ് ആയി പരിഗണിക്കപ്പെടും. നോർമൽ കേസിലുള്ള റെസിഡന്റ് അല്ല, റെസിഡന്റ് ആയി പരിഗണിക്കപ്പെടുകയാണ്. എന്താണ് കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ, ഹി ഈസ് അൻ ഇന്ത്യൻ സിറ്റിസൺ. അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം പാലിക്കണം. അതിലൊന്നാമത്തെ എന്താണ്? ഹി ഈസ് അൻ ഇന്ത്യൻ സിറ്റിസൺ. അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മാത്രമല്ല, ഹിസ് ടോട്ടൽ ഇൻകം ഫ്രം ഇന്ത്യൻ സോഴ്സ് എക്സീഡ്സ് 15 lakh. അയാളുടെ ടോട്ടൽ ഇൻകം ഇന്ത്യൻ സോഴ്സ് എന്നുള്ളത് 15 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. ആൻഡ് ഹി ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി. മൂന്നാമത്തെ കണ്ടീഷൻ അതാണ് പ്രധാനം. അയാൾക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടായിട്ടും അയാൾ ഒരു രാജ്യത്തും ടാക്സ് അടക്കുന്നില്ല. ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി. ഒരു രാജ്യങ്ങളിലും അയാൾ ടാക്സ് അടക്കുന്നില്ല. കാരണം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അയാൾ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലും മാറി മാറി താമസിക്കുകയാണ്. ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങൾ അയാൾ നന്നായി പഠിച്ചിട്ട് ഓരോ രാജ്യങ്ങളിലും റെസിഡന്റ് ആവണമെങ്കിൽ എത്ര ദിവസം താമസിക്കണം എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് ആ കണക്കിനനുസരിച്ചാണ് അയാൾ രാജ്യങ്ങളിൽ മാറി മാറി താമസിക്കുന്നത്. അങ്ങനെ അയാൾ ഒരു രാജ്യത്തും ടാക്സ് അടക്കാതെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്ക് എവിടെ രക്ഷയില്ല? ഇന്ത്യയിൽ രക്ഷയില്ല. കാരണം ഇന്ത്യയിലെ നിയമം ഇങ്ങനെ പുതിയതായിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തും ടാക്സ് അടക്കാത്ത ഒരു വ്യക്തിക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യൻ സോഴ്സ് നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ ഇന്ത്യൻ സിറ്റിസണുമാണ് എന്നുണ്ടെങ്കിൽ ഹി ഈസ് ട്രീറ്റഡ് ആസ് നോട്ട് ഓർഡിനറി റെസിഡൻസ്. ഓക്കെ, അയാളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് പരിഗണിക്കും. അത്തരം റെസിഡന്റിനെയാണ് ഡീംഡ് റെസിഡന്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ, ഇതില് ആരോ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ, സോ ഡീംഡ് റെസിഡന്റ് എന്നാ ക്ലിയർ അല്ലേ? അതില് ബോക്സിൽ കൊടുത്തത് എന്താ നോക്കിയേ. എ ഡീംഡ് റെസിഡന്റ് ഈസ് ഓൾവേസ് ട്രീറ്റഡ് ആസ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഡീംഡ് റെസിഡന്റിനെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ടാണ് പരിഗണിക്കുക. ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഡീംഡ് റെസിഡന്റ് പ്രൊവിഷൻ ഈസ് ടു പ്രിവെന്റ് ടാക്സ് അബ്യൂസ്. ടാക്സ് അബ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഈസ്, സം പീപ്പിൾ മേ ഷിഫ്റ്റ് their stay to low tax or no tax countries to avoid paying taxes in India. ചില ആളുകൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ ടാക്സ് കുറവുള്ള രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റെസിഡൻസി സ്റ്റാറ്റസിലെ നാലാമത്തെ കാറ്റഗറിയാണ് നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞത് ആരാണ്? റെസിഡന്റ് അല്ല, ബേസിക് കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അയാളാണ് നോൺ റെസിഡന്റ്. ഓക്കെ, നോൺ റെസിഡന്റ് is a person who does not satisfy any of the basic conditions. ഇനി ഒന്ന് നോക്കുക, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കിയാലോ. ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു നമ്മൾ ക്ലാസ്സിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നോ? എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്തത്? ഇല്ല സർ, ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിരുന്നു. ഏത് പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്? ഒന്നാമത്തെ പ്രോബ്ലം ആയിരിക്കും അല്ലെ? മിസ്റ്റർ എക്സ്, എ ഫോറിൻ സിറ്റിസൺ കംസ് ടു ഇന്ത്യ ഫോർ പ്ലേയിങ് ക്രിക്കറ്റ്. സപ്പോസ് നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ
എക്സ് എന്നുള്ളതിന് പകരം ഒരു ക്രിക്കറ്റ് പ്ലെയറുടെ പേര് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവുന്നതാണ്. ഒരു ക്രിക്കറ്റ് പ്ലെയറുടെ പേര് പറഞ്ഞു ഇന്ത്യയിൽ സാധാരണ കളിക്കാൻ വരുന്ന IPL കളിക്കാൻ വരുന്ന പ്ലെയർ. വിദേശിയായിട്ടുള്ള ഫോറിൻ സിറ്റിസൺ പറ. കേട്ടില്ല. ഓക്കെ, ഡ്യൂപ്ലസിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ആരെങ്കിലും പേര് പറഞ്ഞേ? ഡിവില്ലേഴ്സ്. ഇതിൽ ക്രിക്കറ്റ് പെൺകുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ, ആൺകുട്ടികളൊന്നും ക്രിക്കറ്റ് കാണാറില്ല. അതോ ആൺകുട്ടികളൊന്നും ക്ലാസ്സിലില്ലേ? ഓക്കെ, ഞാൻ ഡ്യൂപ്ലസിസ് പറയാത്തത് എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഡിവില്ലേഴ്സ് എടുക്കട്ടോ. അപ്പൊ ഡിവില്ലേഴ്സ് ഫോറിൻ സിറ്റിസൺ ആണ്. ഡിവില്ലേഴ്സ് ഏതാ ടീം? ബാംഗ്ലൂർ. രാജ്യം ഏതാ? സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഒരു സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്, ഇന്ത്യയിൽ വരുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റേസ് 105 days every year since 2010. സപ്പോസ് 2010 മുതൽ അയാൾ എല്ലാ വർഷവും ഇന്ത്യയിൽ വരുന്നു, 105 ദിവസം ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. IPL സീസണിൽ വരും, അതിന് മുമ്പേ വരും, ഇന്ത്യയിൽ കുറച്ചു കാലം താമസിക്കും. അത് ഏതായാലും കളിക്കാൻ വരുന്നതല്ല, അപ്പൊ കുറച്ചു കാലം കൂടെ താമസിച്ചിട്ടാണ് പോകുന്നത്. സോ എല്ലാ വർഷവും 105 ദിവസമാണ് കൃത്യമായ കണക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാ വർഷവും 105 ദിവസമാണ് താമസിക്കുന്നത് ഇന്ത്യയിൽ. അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം? ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21. 2020-21 ആണല്ലോ നമ്മുടെ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അയാൾ റെസിഡന്റ് ആണോ എന്ന് നോക്കാം. 2020-21 പ്രീവിയസ് ഇയറിൽ IPL നടന്നിട്ടുണ്ടാവും? കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ? IPL കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അത് നമ്മൾ നോക്കണ്ട, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 105 ദിവസം ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് ഡിറ്റർമിൻ ചെയ്തേ. എങ്ങനെയാണ് തീരുമാനിക്കുക? ആദ്യം അയാൾ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ട് നോക്കാം. ആദ്യം തന്നെ പ്രീവിയസ് ഇയറിലാണ് നോക്കേണ്ടത്. ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് മാറ്റാം. പ്രീവിയസ് ഇയർ, നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ പ്രീവിയസ് ഇയർ 2020-21 അല്ലേ? 2020-21 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. സ്ക്രീൻ കാണുന്നില്ല, ഇനി വലുതാക്കണോ? പ്രീവിയസ് ഇയർ 2020-21 എത്ര ദിവസം ഉണ്ട് ഇന്ത്യയില്? എല്ലാ വർഷവും എത്ര ദിവസം താമസിക്കുന്നത്? 105 ദിവസം അല്ലേ? ഓക്കെ, പ്രീവിയസ് ഇയർ 105 ദിവസമാണ്. പ്രീവിയസ് ഇയർ നമുക്കൊന്ന് ബോൾഡ് ചെയ്ത് കാണിക്കാം, കാരണം പ്രീവിയസ് ഇയർ പ്രധാനപ്പെട്ടതാണ്. 2020-21 ആണ് പ്രീവിയസ് ഇയർ. അതിൽ 105 ദിവസം ഇന്ത്യയിലുണ്ട്. ഇനി അതിന് മുമ്പുള്ള വർഷങ്ങൾ എടുക്കാം. അതിന് മുമ്പുള്ള വർഷം എന്ന് പറയുമ്പോൾ 2019-20. 2019-20, 2018-19 ഇങ്ങനെ പോകും. ഇതിനു മുമ്പുള്ള ഒരു 7 വർഷം നമുക്ക് 17-18, 2016-17 മുമ്പുള്ള വർഷങ്ങൾ ഇങ്ങനെ എഴുതാം. 2015-16, ഓക്കെ. എല്ലാ വർഷവും 105 ദിവസം തന്നെയാണുള്ളത്. സോ 105 ദിവസമാണ് എല്ലാ വർഷവും ഉള്ളത്. ഇനി നോക്കാം,
ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ നമ്മൾ ബേസിക് കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കണം. ബേസിക് കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ബേസിക് കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷൻ 182 ഡേയ്സ് പ്രീവിയസ് ഇയർ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം പ്രീവിയസ് ഇയർ 2020-21 ആ വർഷം 105 ദിവസമേ ഉള്ളൂ, 152 ദിവസമില്ല. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെൻ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കാം. ബേസിക് കണ്ടീഷൻ നമ്പർ 2. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? 60 days during the previous year, അല്ലെ? 60 days during the previous year plus 365 days during the 4 years immediately preceding the previous year. ഇതാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ. പ്രീവിയസ് ഇയറിൽ 60 ദിവസമാണ്. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷങ്ങളിൽ 365 ദിവസമാണ്. ഇനി അതുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉണ്ടോ? ഈക്വൽ ടു നോക്കുക. ഇവിടെ എത്ര ദിവസം ഉണ്ട് നോക്കിയാൽ 60 days during the previous year. പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ട്. ഇവിടെ 105 ദിവസമാണുള്ളത്. സോ അതുണ്ട്. 60 days during the previous year ഉണ്ട്. ദെൻ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം എടുക്കാം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം, 4 വർഷത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം എന്ന് പറയുമ്പോൾ 2019-20, 18-19, 17-18, 16-17 അല്ലേ? ഇത്രയും വർഷം അയാൾ എത്ര ദിവസം ഇന്ത്യയിലുണ്ട് നോക്കിയാൽ 420 ദിവസം ഇന്ത്യയിലുണ്ട് ഇല്ലേ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടില്ലേ? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷങ്ങളില്, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം എന്ന് പറയുമ്പോൾ ഇതാണ് 4 വർഷങ്ങൾ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷങ്ങൾ ഇതാണ്. സോ ഈ 4 വർഷങ്ങളിൽ 420 ദിവസം അയാള് ഇന്ത്യയിലുണ്ട്. ബേസിക് കണ്ടീഷനിലെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ അയാള് റെസിഡന്റ് ആണ്. ഇനി റെസിഡന്റിനെ ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി അഡീഷണൽ കണ്ടീഷൻസ് നോക്കണം. അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തെ എന്താണ്? അഡീഷണൽ കണ്ടീഷൻ 1. അഡീഷണൽ കണ്ടീഷൻ 1 എന്താ? 2 വർഷം റെസിഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. 2 year റെസിഡന്റ് ആവണം. ഓക്കെ, 2 വർഷം റെസിഡന്റ് ആയിരിക്കണം. അതാണ് അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തത്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതായത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള എത്ര വർഷങ്ങളിൽ? 10 വർഷങ്ങളിൽ. ഓക്കെ, 2 out of 10 ആണ്. 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡന്റ് ആവണം. 10 വർഷത്തിൽ 2 വർഷം റെസിഡന്റ് ആവണം. അതെങ്ങനെയാ നോക്കുക? റെസിഡന്റ് ആണോ അല്ലേ എന്ന് എങ്ങനെയാ നോക്കുക? റെസിഡന്റ് ആണോ എന്ന് നോക്കുന്നത് ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ്. ബേസിക് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇതാണ് ബേസിക് കണ്ടീഷൻസ് അല്ലേ? ഇതാണ് ബേസിക് കണ്ടീഷൻസ്. ഈ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. നമ്മളിപ്പോ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയത് പ്രീവിയസ് ഇയറിലാണ്. അതേപോലെ ഇനി തൊട്ട് മുമ്പുള്ള വർഷം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. തൊട്ട് മുമ്പുള്ള വർഷം 2019-20 അയാള് റെസിഡന്റ് ആണോ നോക്കുക. ഇവിടെ 2020-21 അയാൾ റെസിഡന്റ് ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലേ? റെസിഡന്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 2019-20 റെസിഡന്റ് ആണോ എന്ന് എങ്ങനെ നോക്കുന്നത്? ഇതേപോലെ നോക്കുക. ഈ 19-20 പ്രീവിയസ് ഇയർ ആയിട്ട് എടുക്കുക. ആ വർഷം 60 ദിവസം ഉണ്ട്. അതിന് പുറമെ അതിന് മുമ്പുള്ള 4 വർഷം, അതിന് മുമ്പുള്ള 4 വർഷം എടുക്കുമ്പോൾ 365 ഉണ്ടോ നോക്കാം. ഉണ്ടല്ലേ? അവിടെയും 420 ഉണ്ട്. സോ 2019-20 അയാൾ റെസിഡന്റ് ആണ്. ദെൻ ഇനി 2018-19 നോക്കാം. 18-19 ആ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ട്. അതിന് മുമ്പുള്ള 4 വർഷം എടുക്കുക. അതിന് മുമ്പുള്ള 4 വർഷത്തില് 365 ഉണ്ട്. സോ അയാൾ റെസിഡന്റ് ആണ് അല്ലേ? ഇപ്പൊ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 2 വർഷം റെസിഡന്റ് ആയി കിട്ടി. ഇനി അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി എത്ര വർഷം വരെ ഉണ്ട് അയാൾ. 2010-11 മുതൽ ഉണ്ട് കണക്കൂട്ടാം. 2012-13 വർഷമുണ്ട്. 2011-12, 2010-11 ഇത്രയും വർഷം അയാള് ഇന്ത്യയിലുണ്ട്.
സോ ഇങ്ങനെയാണെങ്കിൽ ഏതുവരെ അയാൾ റെസിഡന്റ് ആണ്? ഏതുവരെ റെസിഡന്റ് ആണ്? ഈ വർഷങ്ങളിലൊക്കെ അയാൾ റെസിഡന്റ് അല്ലേ? ഇത്രയും വരെ റെസിഡന്റ് ആവും അല്ലെ? 2014-15 റെസിഡന്റ് ആയിരിക്കും. കാരണം ആ വർഷം 60 ദിവസമുണ്ട്, അതിന് മുമ്പുള്ള 4 വർഷം 365 ഉണ്ട്. എന്നാൽ 2013-14 അയാൾ റെസിഡന്റ് ആവോ? 2013-14 റെസിഡന്റ് ആവോ? ഇല്ല. നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഓക്കെ. 2013-14 അയാൾ റെസിഡന്റ് ആവോ? ഇല്ല. കാരണം എന്താ? ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ ഇവിടെ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ല, 152 ദിവസം എന്നുള്ളത്. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ 60 ദിവസം ഉണ്ടാവുക എന്നാണ് പ്രീവിയസ് ഇയറിൽ. അതൊക്കെയാണ് ഇവിടെ പ്രീവിയസ് ഇയറിൽ 60 ഉണ്ട്. പക്ഷേ അതിന് മുമ്പുള്ള 4 വർഷം എടുക്കുമ്പോൾ, പ്രീവിയസ് ഇയർ കൂട്ടാതെ അതിന് മുമ്പുള്ള 4 വർഷം എടുക്കുമ്പോൾ 365 തികയില്ല. കാരണം 105, 105, 105, 315 വരുന്നുള്ളൂ. സോ 2013-14 മുതൽ പ്രസിഡന്റ് അല്ല. ഓക്കെ. അപ്പൊ ഇത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തത് 10 വർഷത്തിൽ 2 വർഷം പ്രസിഡന്റ് ആണോ എന്നറിയലാണ്. അപ്പൊ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഈ 2 വർഷം നോക്കിയാൽ മതി. അത് റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അതിവിടെ റെസിഡന്റ് ആണ്. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 2 വർഷം റെസിഡന്റ് ആണ്. സോ അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തത് സാറ്റിസ്ഫൈ ചെയ്തു. അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തത് സാറ്റിസ്ഫൈ ചെയ്തു, ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അഡീഷണൽ കണ്ടീഷൻ രണ്ടാമത്തത് എന്താണ്? അഡീഷണൽ കണ്ടീഷനിൽ രണ്ടാമത്തത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷം എടുക്കാം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ എത്ര ദിവസം തീരുവാണെന്ന് പറഞ്ഞത്? 730 ദിവസം തീരുവാണം. 730 days out of 7 years. Okay, in India. ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇവിടെ? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തെ കൂട്ടി നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കൂട്ടി നോക്കാം. ഈക്വൽ ടു സം കൂട്ടി നോക്കാം അല്ലെ? സം ഏതാ കൂട്ടുന്നത്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്താണ്. 1, 2, 3, 4, 5, 6, 7. 7 വർഷമായില്ലേ? 7 വർഷത്തെ കൂട്ടുമ്പോ എത്ര വരുന്നത് നോക്കിയാൽ 735 days. ഓക്കെ, 735 days എന്ന് കിട്ടി. സോ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ കണ്ടീഷൻ 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ അയാൾ ആരാണ്? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? He is ordinarily residents. Okay, resident and ordinarily residents. ROR എന്ന് പറയും, resident and ordinarily residents. Okay, ക്ലിയർ അല്ലേ? സോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഈസ് ഓർഡിനറി റെസിഡന്റ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക, ഷോർട്ട് എസ്സേ ആയിട്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ സ്റ്റെപ്പ് എഴുതി വെക്കണം. സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് എഴുതണം. പ്രീവിയസ് ഇയർ കാണിക്കുക, എത്ര ദിവസം എന്നുള്ളത് കൊടുക്കുക. അതുപോലെ അതിന് മുമ്പുള്ള വർഷങ്ങൾ എത്ര ദിവസം, അങ്ങനെ കൊടുക്കണം. എന്നിട്ട് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യണം. He satisfies the second basic condition. അല്ലേ? ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തേത് സാറ്റിസ്ഫൈ ചെയ്തു. He satisfied the second basic condition. That is 60 days during the previous year and 365 days during the 4 years immediately preceding the previous year. So he is a resident individual and he satisfies both of the additional conditions. Additional conditions രണ്ടും അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. So he is ordinarily resident. എന്തൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻസ്? അഡീഷണൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് കൂടെ അതിൽ എഴുതി വെച്ചാൽ നന്നാവും. അഡീഷണൽ കണ്ടീഷൻസ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡന്റ് ആവുക, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ
നിങ്ങൾക്ക് ഇപ്പോ ആരെങ്കിലും ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് ക്ലാസ് ആരാണ് ഷെഡ്യൂൾ ചെയ്തപ്പോഴാ? 12:30 10:30 ആണ്. 12:30 ഓക്കെ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ വൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, കാണില്ലേ? Mr. Y, an Indian citizen serving in a company in London, comes to India very young for 5 months, determine his residency status for the previous year 2020-21. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഇത് നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ കൂടുതൽ ഡാറ്റ തന്നിട്ടില്ല. ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെർവിങ് ഇൻ എ കമ്പനി ഇൻ ലണ്ടൻ, അതായത് വിദേശത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. സോ ശ്രദ്ധിക്കുക, ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോയതാണ് അല്ലെ? ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോയ ആളുകൾക്ക് ബേസിക് കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ ബാധകമാണോ? അല്ല. ഓക്കെ, അപ്പൊ അയാള് റെസിഡന്റ് ആവണമെങ്കിൽ എന്ത് വേണം? അയാൾ റെസിഡന്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷൻ ഒന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം? 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. ഇയാള് എല്ലാ വർഷവും എത്ര മാസമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്? എത്ര മാസം ഇന്ത്യയിൽ നിൽക്കുന്നത്? 5 months. 5 months ആണ്. 5 മാസം എന്ന് പറയുമ്പോൾ 152 ദിവസം ഉണ്ടാവോ? ഉണ്ടോ? ഇത്തിരി ഉണ്ടാവാ? 182 ഉണ്ടാവില്ലേ? ഏറിപ്പോയാൽ 5 3 150 സംതിങ് ഉണ്ടാവും. 31 ഡേയ്സ് ഉള്ള മാസങ്ങളൊക്കെ കൂട്ടിയാലും ഏത് മാസങ്ങളാണെങ്കിൽ 150 കൂടുതൽ 150 സംതിങ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 152 ദിവസം അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? പറ, എന്താ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? നോൺ റെസിഡന്റ് ആണ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആണ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആണ്. റെസിഡന്റിനെ നമ്മൾ വീണ്ടും രണ്ടായി തിരിക്കും, ഓർഡിനറി, നോട്ട് ഓർഡിനറി. ഓർഡിനറി ആവണമെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി ആണ്. ഇവിടെ ബേസിക് തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നോൺ റെസിഡന്റ് ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, മിസ്റ്റർ അജയ്. Ajay is a citizen of India. He left for Iran on 18th April 2020 and could not return to India till the end of the financial year 2021. Determine his residence status for the previous year 2020-21. അടുത്ത ക്വസ്റ്റ്യൻ അജയിന്റെ ആണ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. 2020 ഏപ്രിലാണ് അദ്ദേഹം ഇറാനിലേക്ക് പോയിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് ഇയർ എന്താണ്? നമ്മൾ പ്രീവിയസ് ഇയർ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടില്ലായിരുന്നു. പ്രീവിയസ് ഇയർ 2020-21 2020-21 എന്ന് പറഞ്ഞാൽ എന്ന് മുതൽ എന്ന് വരെയാ? 2020
20 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയാണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്ക്, ഇയാൾ എന്നാ പോയിട്ടുള്ളത്? 2020 ഏപ്രിൽ 18 പോയി. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എത്ര ദിവസമാണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ആൾ ഇന്ത്യയിലുള്ളത്? പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? 18. വെറും 18 ദിവസമുണ്ട്. ഏപ്രിൽ 18-ന് 2020 ഏപ്രിൽ 18-ന് പോയി. ഏപ്രിൽ 1 മുതലാണ് നമ്മുടെ പ്രീവിയസ് ഇയർ തുടങ്ങുന്നത്. അപ്പൊ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 18 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യ വിട്ടു പോയി. ഇറാനിലാണ് ഇപ്പോൾ താമസം. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. സോ അയാളുടെ റെസിഡൻസി സ്റ്റാറ്റസ് എന്താ? നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് ആണ്. സംശയമൊന്നുമില്ല, നോൺ റെസിഡന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് വായിച്ചു നോക്കാം. ഗൗതം left for USA on 10th March 2018 after having lived in India for 20 years. 20 വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം 2018 മാർച്ച് 10-ന് ഗൗതം അമേരിക്കയിലേക്ക് പോയി. He returned to India on 10th September 2020. അയാൾ പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് 2020 സെപ്റ്റംബർ 10-നാണ്. Determine his residency status for the previous year 2020-21. അതൊന്ന് ചെയ്ത് നോക്കിയേ. അയാളുടെ റെസിഡൻസി സ്റ്റാറ്റസ് എന്തായിരിക്കും? അതിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടോ എന്ന് നോക്കണം. പ്രീവിയസ് ഇയറിൽ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ അതിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ കാൽക്കുലേഷൻ ആവശ്യം ഉണ്ടാവില്ല. അയാൾ 2018 ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വന്നതെന്നാണ് 2020 സെപ്റ്റംബർ 10-നാണ്. സെപ്റ്റംബർ 10 മുതൽ 2020 മാർച്ച് 31 വരെ, 2020 അല്ല 2021 മാർച്ച് 31 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ വരിക. ഇയാളെ സമയത്തോളം സെപ്റ്റംബർ 10-നാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ അന്ന് മുതൽ 2021 മാർച്ച് 31 വരെയാണ് അയാൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടാവുക. എത്ര ദിവസം ഉണ്ട് നോക്കണം. എത്ര ഉണ്ടാവും? നമുക്ക് നോക്കാം. നമ്മൾ എക്സൽ ഷീറ്റിൽ ഒന്ന് ചെയ്ത് നോക്കാം. സെപ്റ്റംബർ 10-നാണ് തിരിച്ചു വരുന്നത് അല്ലേ? 2018 മാർച്ച് 10-നാണ് ഇന്ത്യ വിട്ട് പോകുന്നത്. നമുക്ക് അടുത്ത ഷീറ്റ് എടുക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ 2020-21. അതിന് മുമ്പുള്ള വർഷങ്ങള് 2000 ഒക്കെ എടുക്കാം. ഇനി നോക്കാം നമ്പർ ഓഫ് ഡേയ്സ്, ഇയർ, ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ് നോക്കാം. പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. 2020-21 കാൽക്കുലേഷൻ സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്നാണ് അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്? സെപ്റ്റംബർ 10, 2020-നാണ്. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യാം. സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? സെപ്റ്റംബർ 10-നാണ് തിരിച്ചു വന്നത്. സെപ്റ്റംബറിൽ എത്ര ദിവസം ഉണ്ട്? സെപ്റ്റംബറിൽ എത്ര ദിവസം ഉണ്ട് അറിയാം?
ഓരോ മാസം എത്രയുള്ളത്? 30. 30 ആണ്. സെപ്റ്റംബറിൽ 30 ആണുള്ളത്. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ 10 ആവുമ്പോ 30 ഈക്വൽ ടു നോക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. 30 എത്ര കുറക്കണം? സെപ്റ്റംബറിൽ 30 ദിവസം ഉള്ളത്. അതിൽ സെപ്റ്റംബർ 10 ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സെപ്റ്റംബർ 10 ഇന്ത്യയിൽ ഉണ്ടല്ലേ? അപ്പൊ എത്ര ദിവസം കുറക്കണം? സെപ്റ്റംബർ മാസം 9 ദിവസം അയാൾ ഇന്ത്യയിൽ ഇല്ല അല്ലേ? സെപ്റ്റംബർ മാസം 10-ാം തീയതി ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ 10-ാം തീയതി ഉണ്ട്. 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ അയാൾ ഇന്ത്യയിലില്ല. അപ്പൊ എത്രയുണ്ട്? 21 ദിവസം ഉണ്ട് സെപ്റ്റംബർ മാസത്തിൽ. സെപ്റ്റംബർ മാസത്തിൽ 21 ദിവസം ഇന്ത്യയിലുണ്ട്. സെപ്റ്റംബർ കഴിഞ്ഞ അടുത്ത മാസം ഒക്ടോബർ ആണ്. ഒക്ടോബറിൽ എത്ര ദിവസം ഉള്ളത്? 31 അല്ലേ? തെറ്റുണ്ടേ നിങ്ങൾ പറയണം കേട്ടോ. ഇത് നവംബറിൽ എത്ര ദിവസം ഉള്ളത്? 30 അല്ലേ? ഓക്കെ. ദെൻ ഡിസംബറിൽ 31. പിന്നെ അത് കഴിഞ്ഞ് ജനുവരി 2021 ആണ്. ജനുവരിയിൽ 31 നമുക്കറിയാം. ദെൻ ഫെബ്രുവരി ആവുമ്പോൾ വർഷം നോക്കണം. ഫെബ്രുവരി 2021 എത്ര ദിവസം ഉള്ളത്? 28 ആണ് അല്ലെ? നോർമൽ കേസിൽ ഫെബ്രുവരിയിൽ 28 ഉണ്ടാവുക. ലീപ് ഇയർ ആണെങ്കിൽ, അതായത് 4ന്റെ ഡിവിഷൻ പോസിബിൾ ആയിട്ടുള്ള വർഷമാണെങ്കിൽ ആ വർഷം 29 ഉണ്ടാവും. ഇവിടെ ഫെബ്രുവരി 2021 28 ദിവസം ഉള്ളത്. ദെൻ ഇനി മാർച്ചില് 31 ദിവസം. ഇനി കൂട്ടി നോക്കുക. ഇത് കൂട്ടി നോക്കി എത്ര കിട്ടാം? ആർട്ടിക്കിൾ 203 എന്ന് കിട്ടി അല്ലെ? 203 ദിവസം അയാൾ ഇന്ത്യയിലുണ്ട് പ്രീവിയസ് ഇയറിൽ. സോ നമുക്കിവിടെ പ്രീവിയസ് ഇയറിൽ 203 ദിവസം, പ്രീവിയസ് ഇയർ 2020-21 203 ദിവസം ഇന്ത്യയിലുണ്ട്. ഇനി 2019-20 എത്ര ദിവസം ഇന്ത്യയിലുള്ളത്? 19-20 അയാൾ എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? ക്വസ്റ്റ്യൻ മറന്നുപോയോ? ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2018 മാർച്ച് 10 പോയതാണ്, പിന്നീട് തിരിച്ചു വരുന്നത് 2020. അപ്പൊ അതിന്റെ ഇടയിലൊന്നും ഇന്ത്യയിൽ ഇല്ല അയാൾ അമേരിക്കയിലായിരുന്നു. 2018 മാർച്ച് മുതൽ 2020 സെപ്റ്റംബർ വരെ അമേരിക്കയിലായിരുന്നു. അപ്പൊ 19-20 അയാൾ ഇന്ത്യയിലുണ്ടോ? ഇല്ല. 18-19 നോക്കുക. 18 എന്നാ പോയത്? 2018 മാർച്ചിലാണ് പോയിട്ടുള്ളത്. മാർച്ച് 10 പോയിട്ടുള്ളത്. 2018 മാർച്ച് എന്ന് പറഞ്ഞാൽ 2018-19 വരുമോ? 2018-19 എന്ന് പറഞ്ഞാൽ 2018 ഏപ്രിൽ മുതൽ 2019 മാർച്ച് വരെയാണ് അല്ലേ? അപ്പൊ 2018-19 ഒരു ദിവസം ഇന്ത്യയിലില്ല. ഇനി നോക്ക് 2017-18 എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? 17-18 എത്ര ദിവസം ഇന്ത്യയിലുണ്ട് നോക്കാം. 2018 മാർച്ച് 10 പോകുന്നത്. അപ്പൊ എത്ര ദിവസം ഉണ്ടാവും? ആ മാർച്ച് 10 ശേഷമുള്ള ദിവസം കുറച്ചാൽ മതിയില്ലേ? 2018 മാർച്ച് 10 ശേഷമുള്ള ദിവസങ്ങൾ കുറച്ചാൽ മതി. അപ്പൊ എത്ര ഉണ്ടാവാ? ഈക്വൽ ടു മൊത്തം ഒരു വർഷം 365 ദിവസം ഉണ്ടാവുക. അതില് മാർച്ച് 10 ശേഷം എത്ര ദിവസം ഉണ്ട്? 21 ദിവസം അല്ലേ? മാർച്ച് 31 ഉള്ളത്. മാർച്ച് 10 ശേഷം പിന്നെ 21 ദിവസം ഉള്ളത്. അത് കുറച്ചാൽ ബാക്കി 344 ദിവസം ഉണ്ടാവും. ഇപ്പൊ 2017-18 344 ദിവസമാണ്. 2017-18 ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് 365 ദിവസമേ ആ വർഷമുള്ളൂ. അപ്പൊ 365 അയാൾ ഇന്ത്യയിൽ ഇല്ലാത്ത 21 ദിവസം കുറച്ചു. അങ്ങനെ 344 എത്തി. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം അതിനു മുമ്പൊക്കെ അയാൾ ഇന്ത്യയിൽ സ്ഥിരതാമസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന് മുമ്പുള്ള 20 വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസമാണ്. അപ്പൊ അത് ഇനി ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ അയാള് സ്ഥിരതാമസമാണ്. 2016-17 365 ദിവസം ഉണ്ടാവും. 2015-16 എത്ര ദിവസം ഉണ്ടാവും? 366 ദിവസം ഉണ്ടാവും. കാരണം ആ വർഷം ലീപ് ഇയർ ഉള്ളതാണ്. ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികം ഉണ്ടാവും. 2014-15 365 ഉണ്ടാവും. സോ ഈ വർഷങ്ങളിലൊക്കെ 365 ദിവസം ഉണ്ട്. 12-13 365,
11, 12 ലീപ് ഇയർ ഉള്ളതാണ്. 366 ഉണ്ടാവും. 4 വർഷത്തിലൊരിക്കൽ 366 ദിവസം ഉണ്ടാവും. 10, 11 365. സോ ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് ഡിറ്റർമിൻ ചെയ്തേ. ഇനി നിങ്ങൾ ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് പറഞ്ഞു. ഇയാൾ ബേസിക് കണ്ടീഷൻസ്, ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താ? എന്താണ് ബേസിക് കണ്ടീഷൻ ഒന്നാമത്തത്? 182 days. 182 ഡേയ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് ബേസിക് കണ്ടീഷൻ. ഒന്നാമത്തത് 182 ഡേയ്സ് പ്രീവിയസ് ഇയർ ഉണ്ടാവണം എന്നുള്ളതാണ്. സോ അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? യെസ്, സാറ്റിസ്ഫൈ ചെയ്തു. അത് നമുക്ക് ഗ്രീൻ കൊടുക്കാം. 203 ദിവസം ഉണ്ട്, 152 മതി, സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് അഡീഷണൽ കണ്ടീഷൻ ആണ്. അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തെ എന്താണ്? അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം റെസിഡന്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം എടുത്തു നോക്കാം നമുക്ക്. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം ഇവിടെ അങ്ങോട്ട് 4, 5, 6, 7, 8, 9, 10 അല്ലെ? 10 വർഷമുണ്ട്. ഇതില് ഏതെങ്കിലും 2 വർഷം റെസിഡന്റ് ആണോ നോക്കിയാൽ. റെസിഡന്റ് ആണോ നോക്കാൻ ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഇതൊക്കെ ഇന്ത്യയിൽ സ്ഥിരതാമസമായിരുന്നു, ഇതൊക്കെ റെസിഡന്റ് ആണ്, ഇതൊക്കെ ഗ്രീൻ ആണ്, റെസിഡന്റ് ആണ്. ഓക്കെ, ഈ 152 ദിവസത്തിൽ കൂടുതലുള്ളതൊക്കെ റെസിഡന്റ് ആണ്. അപ്പൊ 2 വർഷം ഉണ്ടായാൽ മതി നമുക്ക്. 2 വർഷത്തെ നോക്കി റെസിഡന്റ് ആണ്. സോ അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തത് സാറ്റിസ്ഫൈ ചെയ്തു. യെസ്. ഇനി അഡീഷണൽ കണ്ടീഷൻ രണ്ടാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. അഡീഷണൽ കണ്ടീഷൻ രണ്ടാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എന്താ അഡീഷണൽ കണ്ടീഷൻ രണ്ടാമത്തെ പറയുന്നത്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം തേയിൽ ഉണ്ടാവുക. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷം എടുക്കാം, ഈക്വൽ ടു 7 വർഷം എടുക്കാം, സം ചെയ്യാം നമുക്ക്. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങള്, ഇതാണ് പ്രീവിയസ് ഇയർ. 2020-21 പ്രീവിയസ് ഇയർ. അതിന് മുമ്പുള്ള 7 വർഷം എടുക്കുക. 1, 2, 3, 4, 5, 6, 7 വർഷത്തെ ഇന്ത്യയിലുള്ള ദിവസങ്ങൾ കൂട്ടുമ്പോൾ അയാൾ 1805 ദിവസം ഇന്ത്യയിലുണ്ട്. സോ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. അഡീഷണൽ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തു, രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. സോ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? ഈസ് ഓർഡിനറിലി റെസിഡൻസ്. ഓക്കെ, അയാൾ ഓർഡിനറിലി റെസിഡന്റ് ആണ്. ക്ലിയർ ആണോ? എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ. ഇല്ല സാർ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ, കമ്പനി, ഫേം ഒക്കെയാണ്. ഇത് അത്ര കോംപ്ലിക്കേഷൻ ഇല്ലാത്തതാണ്. പ്രോബ്ലംസ് ഒന്നും അതിൽ നിന്ന് ചോദിക്കാറുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF, കമ്പനി, AOP ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. HUF റെസിഡന്റ് ആവുന്നത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാവുമ്പോഴാണ്. HUF ഓർഡിനറി റെസിഡന്റ് ആവുന്നത് കർത്ത അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. HUF നോൺ റെസിഡന്റ് ആവുന്നത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആവുമ്പോഴാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. കമ്പനി റെസിഡന്റ് ആവുന്നത് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ കമ്പനി റെസിഡന്റ് ആണ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളി ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് ആണ്. അപ്പൊ കമ്പനി നോൺ റെസിഡന്റ് ആവുന്ന എപ്പോഴാണ്? ഫോറിൻ കമ്പനി ആവുകയും വേണം, അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളി പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ ആയാൽ അത് നോൺ റെസിഡന്റ് ആണ്. കമ്പനിക്ക് റെസിഡന്റ്, നോൺ റെസിഡന്റ് എന്ന കാറ്റഗറി മാത്രമേ ഉള്ളൂ. റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള കാറ്റഗറി ഒക്കെ ഉള്ളത് 2 അസസീസിന് മാത്രമാണ്, 2 പേഴ്സണ് മാത്രമാണ്. ഏതൊക്കെയാ പേഴ്സൺ? ഇൻഡിവിജ്വലും HUF-ഉം. ഇൻഡിവിജ്വലിനും HUF-നും മാത്രമേ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉള്ളൂ. കമ്പനിക്ക് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇല്ല, വെറും റെസിഡന്റ്, നോൺ റെസിഡന്റ്. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി റെസിഡന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ പേഴ്സണും AOP, BOI, AJP, ലോക്കൽ അതോറിറ്റി
ഇവർക്കും ഇതുപോലെ റെസിഡന്റ് നോൺ റെസിഡന്റ് എന്ന കാറ്റഗറി മാത്രമേ ഉള്ളൂ. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളി ഓർ പാർട്ട്ലി ഇന്ത്യ ആണെങ്കിൽ റെസിഡന്റ് ആണ്, ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടക്കണം എന്നുള്ളതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അത് വളരെ ചുരുക്കി ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇൻകത്തെ നമുക്ക് ഇന്ത്യൻ ഇൻകം എന്നും ഫോറിൻ ഇൻകം എന്നും രണ്ടായി തിരിക്കാം. ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുകയോ ഇന്ത്യയിൽ അക്രൂ ചെയ്യുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഇൻകമാണ് ഇന്ത്യൻ ഇൻകം. ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നില്ല, അങ്ങനെ പരിഗണിക്കുന്നുമില്ല, ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്നില്ല, ഇന്ത്യയിൽ ഉത്ഭവിക്കുന്നില്ല, അങ്ങനെ പരിഗണിക്കപ്പെടുന്നുമില്ല. അത്തരം ഇൻകമാണ് ഫോറിൻ ഇൻകം. എല്ലാം ഔട്ട്സൈഡ് ആണ്, ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവുമില്ല. അത്തരം ഇൻകമാണ് ഫോറിൻ ഇൻകം. എന്നാൽ ഇന്ത്യൻ ഇൻകം എല്ലാവർക്കും ടാക്സബിൾ ആണ്. ഇന്ത്യൻ ഇൻകം ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ഡീംഡ് റെസിഡന്റിനും നോൺ റെസിഡന്റിനും ഒക്കെ ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം ഓർഡിനറി റെസിഡന്റ് മാത്രം ടാക്സ് ചെയ്താണ്. ഫോറിൻ ഇൻകം ഇസ് ടാക്സബിൾ ടു ഓർഡിനറി റെസിഡന്റ് ഓൺലി. എന്നാൽ ഫോറിൻ ഇൻകത്തിൽ തന്നെ ചില ഇൻകം ഉണ്ട്, അതിന്റെ കൺട്രോൾ ഇന്ത്യയിലാണ്. ഫോറിൻ ഇൻകം ആണ്, പക്ഷെ ആ ബിസിനസിന്റെ കൺട്രോൾ ഇന്ത്യയിലാണ്, അതിന്റെ ഹെഡ് ഓഫീസ് ഇന്ത്യയിലാണ്, ആ ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ചാണ് എങ്കിൽ അത് ഓർഡിനറിക്കും നോട്ട് ഓർഡിനറിക്കും ടാക്സബിൾ ആണ്. ഫോറിൻ ഇൻകം ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ഇസ് ടാക്സബിൾ ടു ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻസ്. ഓക്കെ, സമയം ഒരുപാടായിട്ടുണ്ട്, 1 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ചാപ്റ്റർ നമുക്ക് ഇൻകം ഫ്രം സാലറി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ചാപ്റ്റർ നിങ്ങളോട് നോട്ട് എഴുതിയെടുക്കാൻ പറഞ്ഞിരുന്നു. നോട്ട് എഴുതിയെടുക്കാത്തവര് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നോട്ട് എഴുതിയെടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ക്വസ്റ്റ്യൻസ് തരണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഇതിലുള്ള പ്രോബ്ലംസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.